ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നട്ടെല്ല് സംബന്ധമായ വേദന ഉണ്ടാകാത്തവർ വിരളമാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലെ കണക്കുകൾ കാണിക്കുന്നത് പ്രായപൂർത്തിയായവരിൽ 40 മുതൽ 60% കൂടുതൽ പേർക്ക് ഓരോ വർഷവും നടുവേദന ഉണ്ടാകുന്നു എന്നാണ്. ചെറുപ്പക്കാരിലും കുട്ടികളിൽ പോലും നടുവേദന കണ്ടു തുടങ്ങിയിരിക്കുന്നു. എന്താണ് നട്ടെല്ലിന് വേദന ഉണ്ടാകാൻ കാരണം? എന്താണ് നടുവേദന കൂടുതൽ പേരിലേക്ക് വ്യാപിക്കാൻ കാരണം? നടുവേദനയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? നടുവേദനയുടെ കാരണം മനസ്സിലാക്കി അതിനെ പ്രിവെൻറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിൽ നിന്ന് വേദനയുള്ളവർക്ക് മോചനം നേടുകയും ചെയ്യണമെങ്കിൽ ബേസിക്കലി നമ്മൾ ഈ നട്ടെല്ലിനെ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയണം. അപ്പം നട്ടെല്ല് ബേസിക്കലി നമ്മളുടെ ബോഡിയെ സ്റ്റെബിലൈസ് ചെയ്യുന്നതും നമുക്ക് ഫ്ലെക്സിബിലിറ്റി തരുന്നതും നട്ടെല്ലാണ്. ശരിക്കും കുനിയാനും നിവരാനും ഒക്കെ പറ്റുന്ന രീതിയിൽ അതിന് സാധ്യമാക്കുന്നതും അതുപോലെ നമുക്ക് നേരെ നിൽക്കാൻ പറ്റുന്നതും ഒക്കെ നമുക്ക് മറ്റ് ജീവികളെ അപേക്ഷിച്ച് നമ്മളുടെ നട്ടെല്ലിനുള്ള പ്രത്യേകതകൾ കൊണ്ടാണ് നമുക്ക് നിവർന്ന് 2 കാലിൽ നിൽക്കാനും അതുപോലെ കൈ ഉപയോഗിച്ച് പ്രവൃത്തികൾ ചെയ്യാനും ഒക്കെ പറ്റുന്നത് അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ ഈ വെർട്ടിബ്രൽ കോളത്തിൽ നമ്മൾ 7 സർവൈക്കൽ 3 വരുന്നത്. ഒന്ന് സർവൈക്കൽ വെർട്ടിബ്ര, ആദ്യത്തെ 7 എണ്ണത്തിന് സർവൈക്കൽ വെർട്ടിബ്ര എന്ന് പറയും. അത് നമ്മളുടെ എന്തൊക്കെ കഴുത്തിൻ്റെ ഭാഗത്തുള്ളതാണ്. പിന്നെ ഉള്ളത് നമ്മുടെ നടുവിൻ്റെ, അതായത് ഉടലിൻ്റെ ഭാഗത്തുള്ള 12 തൊറാസിക് വെർട്ടിബ്ര എന്ന് പറയും. പിന്നെ ഉള്ള 5 എണ്ണം ലംബാർ വെർട്ടിബ്ര, അത് നമ്മുടെ വയറിൻ്റെ ഭാഗത്തുള്ളതാണ്. ലംബാർ വെർട്ടിബ്ര ലോവർ വയറിൻ്റെ ഭാഗത്ത് വരുന്നത്. പിന്നെ താഴേക്ക് വരുമ്പോഴാണ് പെൽവിക് സേക്രം എന്ന് പറയും. അതായത് ലംബാർ വെർട്ടിബ്ര കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 പീസ് കൂടി ഒരെണ്ണം ഒറ്റ ഇതായിട്ടുള്ളതാണ് സേക്രം. പിന്നെ അതിൻ്റെ എൻഡാണ് നമ്മൾ കോക്സിസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ടെയിൽ ബോൺ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഇൻഡിവിജ്വലായിട്ട് 7ഉം 12ഉം 5ഉം 24 ബോണുണ്ട്. പിന്നെ അതുകൂടാതെ സേക്രത്തിന് തന്നെ 5 എണ്ണം ഒന്നിച്ചു കൂടിയതാണ് സേക്രം. പിന്നെ ഒരു 4 എണ്ണം ഒന്നിച്ചു കൂടിയതാണ് കോക്സിസ് എന്ന് പറയുന്നത്. അങ്ങനെ ശരിക്കും 24 + 9 ഇത്രയും 33 ബോണ് കൂടിയതാണ് നമ്മളുടെ വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത്. അതിൽ നമുക്കറിയാം വെർട്ടിബ്രൽ കോളത്തിൽ നമ്മളുടെ സ്പൈനൽ കോഡ്, നമ്മുടെ നെർവ്സാണ് അതിനകത്ത് ഇവിടെ വരുന്നത്. അതിന് നമ്മുടെ കോക്സിസിൻ്റെ അതിൻ്റെ എൻഡ് കൊണ്ടുപോയി സ്പൈനൽ കോഡിൻ്റെ എൻഡ് കൊണ്ടുപോയി നമ്മൾ കോക്സിസ് എന്ന് പറഞ്ഞ ലാസ്റ്റ് ടെയിൽ ബോണിലേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളുടെ നെർവ്സിനും അതുപോലെ സ്പൈനൽ കോഡിനും ഒക്കെ സ്റ്റെബിലിറ്റിയും അതിന് പ്രൊട്ടക്ഷനും കൊടുക്കുക എന്നുള്ളതാണ് നട്ടെല്ലിൻ്റെ ഫങ്ഷൻ എന്നുള്ളത് തന്നെ. അപ്പോൾ ഈ 24 അല്ലെങ്കിൽ അത് പ്ലസ് സൈക്രോം ഇതും കൂടെ ഉണ്ടാക്കിയിരിക്കുന്ന ഇത് ഈ ഓരോ വെർട്ടിബ്രയുടെയും ഇടയിൽ കൂടെയാണ് നമ്മുടെ നെർവ്സ് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഈ വെർട്ടിബ്ര തമ്മിൽ ജോയിൻ്റ് ആയിട്ട് വരുന്നത് ഒരു ഡിസ്ക് എന്ന് പറയും. അതാണ് നമ്മളിപ്പോഴും ഡിസ്ക് തേയ്മാനം എന്നൊക്കെ പറയില്ല. അതാണ് ഏറ്റവും കൂടുതലായിട്ട് വെർട്ടിബ്ര ബാധിക്കുന്നത്. ഈ ബോണിനുള്ള തേയ്മാനം വരും. പിന്നെ ഈ ബോണുകൾ ഇപ്പം നമ്മുടെ തൊറാസിക് ഏരിയയിലാണെങ്കിൽ അതിലേക്ക് നമ്മൾ റിബ്സ്, അതായത് നമ്മുടെ മുമ്പിലൊരു സ്റ്റേർണം എന്ന് പറഞ്ഞ ബോണുണ്ട്, അതിനും നമ്മളുടെ നട്ടെല്ലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് റിബ്സ്, വാരിയെല്ല് എന്ന് പറയുന്നത്. അപ്പം റിബ്സ് അതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. മുകളിലത്തെയും താഴത്തെയും തമ്മിലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അത് തന്നെ 4 അറ്റാച്ച്മെൻ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ വെർട്ടിബ്രൽ ബോഡി എന്ന് പറയും. വെർട്ടിബ്രയ്ക്ക് തന്നെ വെർട്ടിബ്രൽ ബോഡി ഉണ്ട്, അത് ഏറ്റവും സോളിഡായിട്ടുള്ള അകത്തുള്ളത്. അത് കഴിഞ്ഞാൽ വെർട്ടിബ്രൽ ആർച്ചുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് സ്പൈനൽ പ്രോസസ്സ്, ട്രാൻസ്വേഴ്സ് പ്രോസസ്സ് എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് ഇതെല്ലാം നമ്മളുടെ ഉള്ളിലെ സ്പൈനൽ കോഡിനെ സപ്പോർട്ട് ചെയ്യാനും ഇതിൻ്റെ ഓരോ ജോയിൻറ്റിൻ്റെ ഇടയിൽ നിന്നാണ് ഈ നെർവ്സ് ഇറങ്ങി വരുന്നത്. അപ്പോൾ ആ നെർവ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും എല്ലാം വേണ്ട രീതിയിൽ അതേ സമയത്ത് നമ്മളുടെ ഫ്ലെക്സിബിലിറ്റി കുനിയാനും നേരാനും ഓടാനും ചാടാനും എല്ലാം ഉള്ള ഫ്ലെക്സിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് ഇതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഓരോ വെർട്ടിബ്രയുടെ ഇടയിൽ ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക് ഉണ്ട്. ആ ഡിസ്ക് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനൊരു ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു സെമി സോളിഡ് പൾപ്പാണ് അതിനകത്തുള്ളത്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പുറമേ കുറച്ചും കൂടി സോളിഡായിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ ഇതിനകത്ത് വെർട്ടിബ്രയ്ക്ക് ഈ ഡിസ്കിന് തേയ്മാനം വരികയോ ഡിസ്ക് വീക്കാവുകയോ ചെയ്താൽ ഈ പൾപ്പ് പുറത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് വേദന വരുന്നത് പലപ്പോഴും. അത് നട്ടെല്ലിന് വരുന്ന. പിന്നെ ഇതുകൂടാതെ ചില രോഗങ്ങളിലാണ് ആൻകലോസിങ് സ്പോണ്ടൈലൈറ്റിസ് എന്നൊക്കെ പറയുന്നത്. അവിടെ അബ്നോർമലായിട്ട് ബോൺ വളർന്നിട്ട് ഈ നെർവ്സിനെ പ്രസ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരാം.
പിന്നെ അതിൻ്റെ കൂടാതെ നമ്മുടെ ഈ ജോയിൻസ് ഉണ്ട്. അപ്പോൾ ആ ജോയിൻറ്റുകൾക്ക് എന്തെങ്കിലും ഇൻഫ്ലമേഷനോ നീർക്കെട്ടോ ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ആർത്രൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതും നട്ടലിന് വേദന ഉണ്ടാക്കാം. പിന്നെ എന്തെങ്കിലും ഈ വീക്കാക്കുന്ന, ബോണിനെ വീക്കാക്കുന്ന, നട്ടലിനെ വീക്കാക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വരുന്നത് നമ്മുടെ ഈ ഓസ്റ്റിയോപോറോസിസ്. പ്രായമായി കഴിയുമ്പോൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞ രോഗം വരാം. അതുപോലെ നട്ടലിലേക്ക് വല്ലോ ക്യാൻസറിൻ്റെ സെക്കൻഡറീസ് പോലെയുള്ള ബോണിലേക്ക് വരാം. യൂഷ്വലി നട്ടലിനെ ബാധിക്കുന്ന പ്രൈമറി ട്യൂമേഴ്സ് സാധാരണ വരാറില്ല. കൂടുതലും സെക്കൻഡറീസ് ആയിട്ടുള്ളതാണ്. മറ്റ് ഇപ്പം ലിവറിൽ നിന്നുള്ളത്, അല്ലെങ്കിൽ കോളൻ, ഇൻറ്റസ്റ്റൈനിൽ നിന്നുള്ള ക്യാൻസർ, ബ്രസ്റ്റിൽ നിന്നുള്ള ക്യാൻസർ, പ്രോസ്റ്റേറ്റിൽ നിന്നുള്ള ക്യാൻസർ, ഇതിൻ്റെയൊക്കെ സെക്കൻഡറീസ് പോലെ ബോണിൽ വരാം. ഇങ്ങനെയൊക്കെ വരുമ്പോഴുമാണ് പലപ്പോഴും ബോണിന് നട്ടലിലേക്കുള്ള വേദന വരാനുള്ള ഒരു റീസണായിട്ട് വരുന്നത്. നെക്സ്റ്റ്, നമ്മളുടെ ഈ നട്ടൽ, സ്പൈനൽ കോള്, നട്ടലുകളിന് അതിന് നമ്മൾ എങ്ങനെയാണ് ഈ സ്ട്രെങ്ത് കിട്ടുന്നതെന്നുള്ളതാണ്. അതിൽ ബേസിക്കലി നമ്മൾ ഈ ജോയിൻറ്റുകളുണ്ട്, ഓരോന്നും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മുമ്പിൽ കൂടെയും പുറകിൽ കൂടെയും പ്രത്യേക ലിഗമെൻറ്റ്സ് വരുന്നുണ്ട്. ജോയിൻറ്റും ജോയിൻറ്റ് ക്യാപ്സ്യൂളും അതെല്ലാം ഉണ്ട്. അതിൻ്റെ കൂടാതെ മസിൽസ് ഉണ്ട്. അപ്പം നട്ടലിനെ പൊതിഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിഗമെൻറ്റ്സ് ഉണ്ട്, മസിൽസ് ഉണ്ട്. ഈ മസിൽസും ലിഗമെൻറ്റ്സും എല്ലാമാണ് നമുക്ക് ഫ്ലെക്സിബിലിറ്റിയും എല്ലാ കാര്യങ്ങളും തരുന്നത്. അപ്പോൾ ഈ മസിലിന് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് നടുവേദന വരാം. അതുപോലെ ലിഗമെൻറ്റ്സിന് ടയറോ അല്ലെങ്കിൽ നമ്മളൊരു ഉളുക്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനത്തെ വരുമ്പോഴും നമുക്ക് നടുവേദന വരാം. പിന്നെ ബോണിന് ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ളത് വരാം. ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള വന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി വെച്ചിട്ടോ ഒടിവ് പോലെ വന്നു കഴിഞ്ഞാൽ ബോണിൻ്റെ പല ഭാഗത്തിനും ഒടിവ് വരാം. ഈ ആർച്ച് പോലെയുള്ള ഭാഗത്തൊക്കെ ഒടിവുകൾ വരാം. പിന്നെ ഈ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വാരിയെല്ല് വന്ന് ജോയിൻ ചെയ്യുന്ന ജോയിൻറ്റിനോ, അല്ലെങ്കിൽ മറ്റേ മുകളും താഴവും തമ്മിലുള്ള ജോയിൻറ്റിനോ, മുകളിലത്തെ വെർട്ടിബ്രയും താഴത്തെ വെർട്ടിബ്രയും തമ്മിലുള്ള ജോയിൻറ്റുകൾക്ക് ഒക്കെ ആർത്രൈറ്റിസ് പോലെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും വേദന വരാം. പിന്നെ ഞാൻ ഈ പറഞ്ഞാൽ ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്കിന് വരുന്ന ഡാമേജ് കൊണ്ട് അത് പോയി നെർവ്സിനെ പ്രസ്സൊക്കെ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരാൻ, ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ വരാൻ. അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഈ സ്ട്രെങ്ത് കൊടുക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും അപാകതകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാം എന്നുള്ള, ബാക്ക് പെയിനിലേക്ക് പോകാമെന്നുള്ളതാണ്. അപ്പം നമ്മൾ നട്ടലിന് എന്ത് പ്രോബ്ലം വന്നാലും നമ്മൾ മിക്കവാറും അറിയുന്നത് വേദന വെച്ചിട്ടാണ്. അതാണ് നമ്മൾ നടുവേദന എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സെർവൈക്കൽ പാർട്ടിൽ, അതായത് സെർവൈക്കൽ വെർട്ടിബ്ര, മുകളിലത്തെ വെർട്ടിബ്രയാണ് സെർവൈക്കൽ വെർട്ടിബ്ര എന്ന് പറയുന്നത്. അതിന് വേദന വന്ന് നെക്ക് പെയിൻ ആയിട്ടായിരിക്കും വരുന്നത്. ഇപ്പം ഏറ്റവും കൂടുതൽ പ്രോബ്ലം വരുന്നത് യൂഷ്വലി സെർവൈക്കൽ അല്ലെങ്കിൽ ലംബാർ റീജിയനിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് ഏറ്റവും മൊബിലിറ്റി കൂടുതൽ. കാരണം ഈ സെർവൈക്കൽ വെർട്ടിബ്രയോട് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മളുടെ അതിൻ്റെ ലെവലിലാണല്ലോ നമ്മുടെ കൈയും ഒക്കെ വരുന്നത്, അതുപോലെ കഴുത്തിൻ്റെ മൂവ്മെൻറ്റ്സും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് വരാവുന്നത്. ഡിസ്കിൻ്റെ പ്രോബ്ലംസ് ആണെങ്കിലും ഈ ആൻകിലോസിങ് സ്പോണ്ടൈലൈറ്റിസ് പോലെ വെള്ളം വന്നിട്ട് ഈ കനാലുകൾ ചുരുങ്ങുക, അതായത് ഈ നെർവ് ഇറങ്ങി വരുന്ന കനാല് ചുരുങ്ങുക, ഇതൊക്കെ വരുന്നത് അവിടെയാണ്. പിന്നെ ഉള്ളത് മിഡിൽ തൊറാസിക് റീജിയനിലാണ്. അപ്പോൾ തൊറാസിക് വെർട്ടിബ്രയ്ക്ക് വരുമ്പോഴാണ് നടുവിൻ്റെ മിഡിൽ ഭാഗത്തിനായിരിക്കും വേദന വരുന്നത്, അതായത് നെഞ്ചിൻ്റെ പുറകിലുള്ള ഭാഗത്തിന് വേദന വരുന്നത്. അത് യൂഷ്വലി അതിൻ്റെ വെർട്ടിബ്രയ്ക്ക് പ്രോബ്ലം വരുന്നത് കൊണ്ടും വരാം. പിന്നെ ചിലപ്പം ഈ തൊറാസിക് ക്യാവിറ്റിയിൽ, അതായത് ഹാർട്ടിന് വേദന വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഹാർട്ട് സംബന്ധമായ വേദനകൾ, ലങ്സ് സംബന്ധമായ വേദനകൾ ഒക്കെ അങ്ങോട്ട് റെഫേർഡ് പെയിനായിട്ട് വരാമെന്നുള്ളതാണ്. അപ്പോൾ അത് രണ്ടും തിരിച്ചറിയേണ്ടത് ഒരാവശ്യമാണ്. അതായത് ഹാർട്ടിൻ്റെ വേദനയാണോ ബാക്ക് പെയിനായിട്ട് തോന്നിക്കുന്നത്, അല്ല ലങ്സുമായിട്ട് ബന്ധപ്പെട്ട വേദനയാണോ ബാക്ക് പെയിനായിട്ട് തോന്നുന്നത്. ഈവൻ കുറച്ചുകൂടി താഴേക്ക് വരുമ്പോഴേക്കും ഈ പാൻക്രിയാസുമായിട്ടുള്ള ബന്ധപ്പെട്ട വേദനയും അങ്ങനെ വരാം. അതുപോലെ കിഡ്നി ആയിട്ടുള്ള ബന്ധപ്പെട്ട വേദന വരാം. പലപ്പോഴും സ്ത്രീകളിലാണെങ്കിൽ ഈ യൂട്രസുമായിട്ടുള്ള ബന്ധപ്പെട്ട വേദന ലോവർ, അത് മിക്കവാറും ലംബാർ, താഴത്തെ നിലയിലുള്ള നടുവേദനയായിട്ടായിരിക്കും വരുന്നത്. ഈ യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനെ വരുമ്പോഴും പലപ്പോഴും നടുവേദന ചിലർക്ക് തോന്നും. അപ്പോൾ അതും ബാക്ക് പെയിൻ ആയിട്ടായിരിക്കും വരുന്നത്. പിന്നെ ഉള്ളത് കുറച്ചും കൂടി താഴേക്കുള്ള ലെവലിലേക്ക് വരുമ്പോഴാണ് സൈക്രലിലെ കോക്സിഡൈനിയ എന്ന് പറയുന്നത്, ഏറ്റവും നമ്മൾ ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുന്നത്. അതായത് താഴത്തെ നമ്മുടെ ടെയിൽ ബോണിന് വരുന്ന ഡാമേജോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴാണ് കോക്സിഡൈനിയ എന്ന് പറയുന്ന പ്രോബ്ലം വരുന്നത്.
അപ്പോൾ അത് നമ്മളുടെ ഏത് ലെവലിലുള്ള നട്ടെല്ലിനാണോ പ്രശ്നം വന്നിരിക്കുന്നത് ആ ലെവലിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഏത് ഭാഗത്തിനാണെന്നുള്ളത് വ്യത്യാസം വേദന നമുക്ക് ഫീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്തുകൊണ്ടാണ്, ഇപ്പം നമ്മൾ ഏത് ലെവലിലാണ്, പിന്നെ എന്തുകൊണ്ടാണ്, അതിനകത്ത് മിക്കവാറും ഞാൻ ഈ പറഞ്ഞാൽ ഏതെങ്കിലും ജോയിൻറ്റ് ഒന്ന്, പ്രത്യേകിച്ച് ഇതിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഈ ഡിസ്കിന് തേയ്മാനം വരുമ്പോഴാണ്. ഡിസ്ക് തേയ്മാനം വന്ന് അതിനകത്തെ പൾപ്പ് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ അതിനാണ് പലപ്പോഴും നമ്മൾ ഈ ഓപ്പറേഷനൊക്കെ ചെയ്യേണ്ടി വരുന്നത്. മെയിൻ ഓപ്പറേഷൻ ചെയ്തു ഭയങ്കര സഹിക്കാൻ വരാത്ത വേദന വരികയാണെങ്കിൽ, ഇപ്പം സെർവൈക്കൽ വെർട്ടിബ്രൽ ലെവലിൽ ഡിസ്ക് തേയ്മാനം വന്നത് പുറത്തേക്ക് തള്ളി വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഈ ഡയഫ്രം, നമ്മളുടെ ശ്വാസ സംബന്ധമായ മസിലുകൾക്ക് കൊടുക്കുന്ന നെർവ്സിനെ പ്രസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡേഞ്ചറസ് കണ്ടീഷനാണ് അത്. പ്രത്യേകിച്ച് യൂഷ്വലി ഈ ഡിസ്ക് പ്രൊലാപ്സ് കൊണ്ട് വളരെ റെയറായിട്ടാണ് അത് വരുന്നത്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഇഞ്ചുറി കൊണ്ട്, കഴുത്തിന് എന്തെങ്കിലും ഇഞ്ചുറി വന്നിട്ട് അവിടെ ഒരു ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റെസ്പിറേറ്ററി മസിൽസിനെ ബാധിക്കാം. അതൊരു മെഡിക്കൽ എമർജൻസി എന്ന് പറയാം. യൂഷ്വലി ഓസ്റ്റിയോപൊറോസിസ് വന്നിട്ട് നമ്മൾ വീക്കായി ബോണ് വരുമ്പോൾ കംപ്രഷൻ ഫ്രാക്ചേഴ്സാണ് വരുന്നത്. പിന്നെ സ്പൈനൽ സ്റ്റീനോസിസ്, ആങ്കിലോസിങ് സ്പോണ്ടിലൈറ്റിസ് ഒക്കെ പോലെയുള്ളത് വരുമ്പോൾ അവിടെ അബ്നോർമൽ ബോൺ ഗ്രോത്ത് വന്നിട്ട് ഈ ഇറങ്ങി വരുന്ന തുളയ്ക്ക് ചുരുങ്ങിപ്പോവുക, അങ്ങനെ വരും. പിന്നെ സ്പോണ്ടിലോലിസ്ഥിസിസ് എന്ന് പറയും, അതായത് തെന്നി മാറുന്നത് പോലെ വരുന്നത്, അതായത് ഡിസ്കിന് വരുന്ന പ്രശ്നം തന്നെയാണത് വരുന്നത്. അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് വരും. പിന്നെ ഉള്ളത് നമ്മൾ ഫ്രാക്ചേഴ്സ് വരാം. ഫ്രാക്ചേഴ്സ് ഇഞ്ചുറി കൊണ്ടുവരാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള വീക്ക്നെസ് വന്നിച്ചിട്ട് ഫ്രാക്ചർ വരാം. അത് വെർട്ടിബ്രൽ ബോഡിക്ക് വരുമ്പോഴാണ്, ഈ കംപ്രഷൻ ഫ്രാക്ചേഴ്സ് വരുമ്പോഴാണ് ആൾക്കാർ പ്രായമാകുമ്പോൾ കൂന് വരുന്നത്. ഈ ഓസ്റ്റിയോപൊറോസിസ് വന്ന് കംപ്രഷൻ ഫ്രാക്ചേഴ്സ് വരുമ്പോഴാണ്. അതുപോലെ സൈഡിൽ ആർച്ചിന് ഫ്രാക്ചർ വേണമെങ്കിലും വരാം. നെക്സ്റ്റ്, നമ്മളിപ്പോൾ ഒരു നടുവേദന വന്നാൽ നമ്മൾ എന്താണ് ചെയ്യുക എന്നുള്ളതാണ്. യൂഷ്വലി നമുക്ക് നടുവേദന വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും പെയിൻ കില്ലേഴ്സ് എടുക്കും. യൂഷ്വലി വലിയ ഇൻവെസ്റ്റിഗേഷനിലേക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ പോവുകയില്ല. പക്ഷേ ഒരു 6 വീക്സിലോ അല്ലെങ്കിൽ കുറച്ചും കൂടുതലായിട്ട് നല്ല ശക്തമായിട്ടുള്ള വേദനയോ, അല്ലെങ്കിൽ ഒരു 6 കൂടുതൽ ദിവസം, ഒരു 6 ആഴ്ചയിലോ അല്ലെ കൂടുതൽ നീണ്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അതിൽ നമ്മൾ എടുക്കാവുന്ന എക്സ്റേ ആണ്. പിന്നെ CT സ്കാന്, MRI ഒക്കെയാണ് ഇതിനകത്തെ ടെസ്റ്റുകളായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നത്. പിന്നെ നമുക്കിപ്പോൾ അതിനകത്ത് നമ്മൾ CT സ്കാന്, എക്സ്റേ, MRIയിലൊക്കെ അവിടുത്തെ സ്ട്രക്ചറൽ അബ്നോർമാലിറ്റിയാണ് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ളത് നമ്മൾ അറിയാനായിട്ട് ഒന്ന് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സാണ് പിന്നെ നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഓസ്റ്റിയോപൊറോസിസിൻ്റെ നമുക്കറിയാനായിട്ടാണെങ്കിൽ ഒരു ഡെക്സാ സ്കാൻ എന്ന് പറഞ്ഞ് വേറൊരിതും കൂടെ ഉണ്ട്. ഓസ്റ്റിയോപൊറോസിസ് എത്ര വന്നിട്ടുണ്ട്, നമ്മുടെ ബോണിൻ്റെ സ്ട്രെങ്ത് എത്രയുണ്ടെന്ന് അറിയാനായിട്ടുള്ളത് അത് വരുന്നുണ്ട്. പിന്നെ ഈ ആങ്കിലോസിങ് സ്പോണ്ടിലൈറ്റിസ്, അതുപോലെ തന്നെ ഈ നടുവേദനയ്ക്ക് കാരണം ആർത്രൈറ്റിസ് ആണോ എന്നറിയണമെങ്കിൽ, അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഭാഗമാണോ എന്നറിയാനായിട്ട് നമ്മൾ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ്, അത് നമ്മൾ ബ്ലഡ് ടെസ്റ്റാണ് അതിനകത്ത് നോക്കുന്നത്. RA ഫാക്ടർ, ANA, അങ്ങനെ കുറേ, പിന്നെ CRP, പിന്നെ ബ്ലഡ് കൗണ്ട്, ESR, ഇങ്ങനത്തത് കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് ചിലപ്പോൾ ഒരു ഇൻഫ്ലമേറ്ററി ഇതാണ്. അത് ചില റയറായിട്ട് നടുവേദന വരുമ്പം ഇൻഫെക്ഷൻ കൊണ്ടും വരാം. പ്രത്യേകിച്ച് TB പോലെയുള്ള ഇൻഫെക്ഷനോ അല്ല, യൂഷ്വലി അങ്ങനത്തെ ആണ്. ക്രോണിക് ഇൻഫെക്ഷൻസ് വെച്ചിട്ടും ചിലപ്പം ഓസ്റ്റിയോമൈലൈറ്റിസ്, വെർട്ടിബ്രൽ ഓസ്റ്റിയോമൈലൈറ്റിസ് ഒക്കെ പോലെയുള്ളത് വരാം. അങ്ങനെയുള്ളതാണോ എന്നറിയാനും നമ്മൾ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സാണ്, അതുപോലെ ബ്ലഡ് കൗണ്ടൊക്കെയാണ് നോക്കുന്നത്. ഇൻഫെക്ഷൻ ആണെങ്കിൽ ESRും CRP ഒക്കെ പോലെയുള്ളത് കൂടുന്നത് പോലെ തന്നെ ബ്ലഡ് കൗണ്ടും ഒത്തിരി കൂടുതൽ വരാം. അപ്പോൾ അതും ഒരു ഡയഗ്നോസ്റ്റിക് ഇതായിട്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് പനി, ഈ വേദനയുടെ കൂടെ പനിയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ എന്തെങ്കിലും ജോയിൻറ്റിനെ ബാധിച്ചിട്ടുണ്ടോ എന്നും കൂടെ നോക്കേണ്ടി വരും. പിന്നെ നമ്മൾ ഈ ക്യാൻസറൊക്കെ സസ്പെക്റ്റ് ചെയ്യുമ്പോൾ എക്സ്റേ എടുത്ത് കഴിയുമ്പോൾ ഒരു ക്യാൻസറിൻ്റെ ലക്ഷണമാണ് കാണിക്കുന്നതെങ്കിൽ പിന്നെ നെക്സ്റ്റ് നോക്കേണ്ടത് ക്യാൻസർ മാർക്കേഴ്സും PET സ്കാനും പോലെയുള്ളത്. അത് പിന്നെ നമ്മൾ ഈ നടുവേദനയുടെ കാരണം ഒരു മറ്റുള്ള ജസ്റ്റ് ബോണിൻ്റെ പ്രശ്നമല്ല, അല്ലെങ്കിൽ അതിലൊരു സെക്കൻഡറീസ് ഒക്കെ ആണെന്ന് കാണുകയാണെങ്കിൽ, ഇപ്പം പലപ്പോഴും പ്രോസ്റ്റേറ്റിൻ്റെയോ അല്ലെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെയോ ഒക്കെ സെക്കൻഡറീസ് ആയിരിക്കും. അപ്പം നമ്മൾ എവിടെയാണ് പ്രൈമറി എന്ന് കണ്ടുപിടിക്കാനായിട്ടും ട്യൂമർ മാർക്കേഴ്സ് പോലെയുള്ളത് നോക്കാം, അതുപോലെ PET സ്കാൻ പോലെയുള്ളത്. അപ്പോൾ എവിടെയൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആ രീതിയിലുള്ള ഇതായിരിക്കും. പ്രത്യേകിച്ചും പ്രായമായവരിൽ പെട്ടെന്ന് നടുവേദനയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ട് വരാം, ഡിസ്ക് ഡീജനറേഷനും ഓസ്റ്റിയോപോറോസിസും അതുപോലെ ക്യാൻസറും ഏത് കാര്യങ്ങൾ കൊണ്ടും നടുവേദന വരാമെന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ടെസ്റ്റുകൾ വഴിയാണ് നമ്മൾ ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത്.
നെക്സ്റ്റ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളതാണ്. ബേസിക്കലി അതിൻ്റെ റീസൺ എന്താണെന്നുള്ളതനുസരിച്ചായിരിക്കും ട്രീറ്റ്മെൻറ്റും വരുന്നത്. യൂഷ്വലി നമുക്ക് എന്തെങ്കിലും സ്പ്രെയിനോ അല്ലെങ്കിൽ മസിൽ പെയിനോ അല്ലെങ്കിൽ ലിഗമെൻറ്റിൻ്റെ ഒരു ഇതൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും വെയിറ്റ് ഉള്ളത് പൊക്കിക്കഴിഞ്ഞിട്ടോ അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് ഒരു NSAID വിഭാഗത്തിൽപ്പെട്ട, അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പെയിൻ കില്ലേഴ്സ് പോലെയുള്ള മരുന്നുകൾ. പെയിൻ കില്ലർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പെയിൻ മാത്രമല്ല, അത് നീർക്കെട്ട് കുറയ്ക്കാനും പിന്നെ അതുപോലെ മസിൽ റിലാക്സ് ചെയ്യാനും വേണ്ടിയിട്ട്, പെട്ടെന്നൊരു ഉളുക്ക് പോലെയൊക്കെ വന്ന് നടുവ് വെട്ടൽ എന്നൊക്കെ പറയുമല്ലോ, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വെട്ടിപ്പോകും. അങ്ങനെ വരുമ്പോൾ നമ്മൾ മസിൽ റിലാക്സൻറ്റും പെയിൻ കില്ലേഴ്സ് പോലെയുള്ള NSAID വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ചില ഡോക്ടേഴ്സൊക്കെ കൂടുതലിങ്ങനെ പെയിൻ പറയുന്നവർക്ക് സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മളെപ്പോഴും ഏറ്റവും പിന്നെ അതിനൊപ്പം തന്നെ ഫിസിക്കൽ മെഡിസിൻ, മറ്റ് ഫിസിയോതെറാപ്പിയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ചില ഡോക്ടേഴ്സുണ്ട് ഈ ഫിസിക്കൽ മെഡിസിനിൽ MBBSഉം MD, MBBS കഴിഞ്ഞിട്ട് ഫിസിക്കൽ മെഡിസിനിൽ MD ഒക്കെ എടുത്ത് ചില ഡോക്ടേഴ്സ് അവരാണ് ശരിക്കും പറഞ്ഞാൽ വേറൊരു എക്സ്പേർട്സ് ഇൻ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഫിസിക്കൽ മെഡിസിൻ അല്ലെങ്കിൽ ഫിസിക്കൽ മെഡിസിൻ എക്സ്പേർട്സോ അല്ലെങ്കിൽ ഓർത്തോപെഡിക് എക്സ്പേർട്സോ ആൻഡ് ഈവൻ ന്യൂറോളജിസ്റ്റും നോക്കാറുണ്ട്. അപ്പോൾ ഈ 3 സ്പെഷ്യാലിറ്റീസുമാണ് നോക്കുന്നത്. ഏറ്റവും കൂടുതലായിട്ട് സർജിക്കൽ അല്ലാത്ത ക്യൂറിന് വേണ്ടിയിട്ട് പലപ്പോഴും ഫിസിക്കൽ മെഡിസിൻസ് എക്സ്പേർട്സ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അത് ഏതാണ് കാരണം എന്നുള്ളതനുസരിച്ച്, അപ്പം നമുക്ക് എന്തിലാണേലും നമുക്ക് പെയിൻ റിലീഫ് അത്യാവശ്യമായിട്ട് വേണ്ടി വരും. അതുകൂടാതെ പിന്നെ എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പം ചിലപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഡിസ്ക് കംപ്രഷൻ വന്നിട്ട് ഈ ബൾജ് വന്നിട്ട് ഉള്ള പ്രശ്നങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ വരുന്നത്. അതിൽ ഇപ്പോൾ ഓർത്തോപെഡിഷ്യൻ ആണെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും ലാമിനെക്റ്റും അല്ലെങ്കിൽ മറ്റേ ഈ ഡിസ്ക് മിനിസ്കെക്ടമി എന്നൊക്കെ പറഞ്ഞ് ഡിസ്കിനെ ആ തള്ളിയിരിക്കുന്ന ഭാഗം എടുത്ത് കളയുക, അല്ലെങ്കിൽ അതിനെ മാറ്റുക, എന്നിട്ട് ഫ്യൂഷൻ ചെയ്യുക, അങ്ങനത്തെ കുറേ ഓപ്പറേറ്റീവ് പ്രൊസീജിയേഴ്സാണ്. പിന്നെ ഫിസിക്കൽ മെഡിസിൻ എക്സ്പേർട്സ് ആണെങ്കിൽ ഫിസിയോതെറാപ്പി പോലെയുള്ളതും പിന്നെ അതുപോലെ ഈ വെയിറ്റ് ഇട്ട് കിടക്കുക അതും പലപ്പോഴും ചെയ്യില്ല. നമ്മൾ ഡീകംപ്രഷൻ ചെയ്യുന്നതാണ്, അതായത് ഇതിനെ ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഈ ബൾജ് ഉള്ളിലേക്ക് കയറിപ്പോവും. അതിന് വേണ്ടിയിട്ടാണ് ഡീകംപ്രഷൻ ട്രീറ്റ്മെൻറ്റ്. പഴയ കാലത്തൊക്കെയാണെങ്കിൽ വെയിറ്റ് ഇട്ട് കിടക്കുമായിരുന്നു. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് മെഷീൻസ് ഉണ്ട്. അപ്പോൾ അതിലൊരു 1/2 hour to 1 hour ഒക്കെ കിടത്തി അപ്പോൾ അത് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് അപ്പോൾ ഈ ബൾജ് ചെയ്തിരിക്കുന്ന ഭാഗം ഉള്ളിലേക്ക് പോകും. പിന്നെ ചില ഓരോ ഡോക്ടേഴ്സിനെയും കൂടെ അനുസരിച്ചിരിക്കും. ചില ഫിസിക്കൽ മെഡിസിൻ ഡോക്ടേഴ്സ് ഒരു പ്രോളോതെറാപ്പി എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ പ്രോളോതെറാപ്പി എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ഹൈ കോൺസെൻട്രേഷൻ 50% അങ്ങനത്തെ ഗ്ലൂക്കോസ് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഫൈബ്രോസിസ് പോലെ വന്ന് അവിടുത്തെ ഈ ബൾജിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കും. അതും വളരെ ഇഫക്റ്റീവായിട്ട് പല പേഷ്യൻസും ഡോക്ടേഴ്സും പറയാറുണ്ട്. അത് നമ്മളുടെ ഇവിടെ അത് വളരെ അത്ര പോപ്പുലാരിറ്റി വന്നിട്ടില്ല. അമേരിക്കയിലൊക്കെ അത് പ്രോളോതെറാപ്പീസ് വരെയും അതുപോലെ ഈ ഡീകംപ്രഷൻ ഫിസിക്കൽ മെഡിസിൻ ഡോക്ടേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഉള്ളത് നമ്മൾ ഈ പിടിച്ചിടുക എന്നൊക്കെ പറയുമല്ലോ. അപ്പം അത് ഈ അമേരിക്കയിലാണെങ്കിൽ അതൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് തന്നെയുണ്ട്, ക്രൈറോപ്രാക്ടീസ് എന്ന് പറഞ്ഞ്. പിന്നെ നമുക്കിവിടെ ആണെങ്കിൽ അതിന് വേറെ മർമ്മ ചികിത്സയാണ്. പ്രത്യേകിച്ച് ഈ കളരി സ്പെഷ്യലിസ്റ്റായിട്ട് കളറി പയറ്റൊക്കെ പഠിപ്പിക്കുന്ന പഴയ എക്സ്പേർട്സ് ആയിരുന്നു ഈ മർമ്മ ചികിത്സയും കൂടുതലായിട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അമേരിക്കയിലാണ് ഇതിന് ക്രൈറോപ്രാക്ടീസ്, ഇവിടെയാണെങ്കിൽ മർമ്മ ചികിത്സ, തന്നെ പിടിച്ചിടുക എന്നൊക്കെ പറയുന്നത്. അത് ആ അലൈൻമെൻറ്റ് ശരിയാക്കുക, അതായത് ആ വെർട്ടിബ്രയുടെ അലൈൻമെൻറ്റ് ശരിയാക്കി വെർട്ടിബ്ര ഡിസ്കിനൊക്കെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുന്ന ചിലപ്പം ഭയങ്കര പെയിനായിരിക്കും. അത് പെട്ടെന്ന് ചില മർമ്മ ചികിത്സ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ റിലീഫ് കിട്ടാറുണ്ട്. പിന്നെ അതിൻ്റെ ഒരു റിസ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നട്ടെല്ലിനാണല്ലോ. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്ന് അതൊരു തെറ്റായ രീതിയിലുള്ളൊരു ഇതിലേക്ക് പോയാൽ എന്തെങ്കിലും പ്രത്യേകിച്ച് കഴുത്തിൻ്റെയോ ഒക്കെ വരുമ്പം എന്തെങ്കിലും പാരാലിസിസ് പോലെയൊക്കെ വരാനുള്ള ഒരു ചെറിയ പോസിബിലിറ്റിയും കൂടെ ഉണ്ട്. അതുകൊണ്ട് അത് നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം, എക്സ്പേർട്സിനെ കൊണ്ട് മാത്രം. ശരിക്കും നമ്മുടെ ഇവിടുത്തെ മോഡേൺ മെഡിസിനിൽ ഇന്ത്യയിലെ മോഡേൺ മെഡിസിനിൽ ആ ഒരു പാട്ട് നമ്മളിവിടെ ചെയ്യാറില്ല. മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് ഇങ്ങനത്തെ ഇതിൽ ചെയ്യാറില്ല. അവർ ഐദർ ഓപ്പറേഷൻ അല്ലെങ്കിൽ മരുന്ന് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി, ഈ കാര്യങ്ങൾക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത്. പിന്നെ ഓപ്പറേഷനേറ്റീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പം ഈ ജോയിൻറ്റ്സ്, ഇപ്പോൾ മോഡേൺ മെഡിസിനിൽ ഇപ്പോൾ ഓപ്പറേറ്റീവ് പ്രൊസീജിയറാണ് മൈക്രോ ഡിസെക്ടമി എന്ന് പറയും. ഈ ഡിസ്കിനെ അബ്നോർമൽ പാർട്ട് മാത്രം, അതായത് ബൾജ് ചെയ്ത പാർട്ട് മാത്രം എടുത്തു കളയുക.
പിന്നെ ചിലതാണെങ്കിൽ ആ ഡിസ്ക് മൊത്തം എടുത്ത് വെച്ചിട്ട് ഫ്യൂസ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ അവിടെ സ്ക്രൂ ഇട്ട് 2 വെർട്ടിബ്രൽ ബോണും കൂടെ കൂട്ടി ഒരു സ്ക്രൂ ഇട്ട് കണക്ട് ചെയ്ത് വയ്ക്കുക, 2, 3 ഒക്കെ. അപ്പം ചെയ്യാറുണ്ട്. പിന്നെ ഡിസ്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ആവശ്യങ്ങളനുസരിച്ച് ഒത്തിരി കൂടുതലോ ഒക്കെ ചെയ്തു വരുമ്പോഴാണ് അങ്ങനത്തെ ഓപ്പറേഷനിലേക്കൊക്കെ പോകുന്നത്. പിന്നെ ഈ കംപ്രഷൻ ഫ്രാക്ചേഴ്സ് ഒക്കെ വരുമ്പോഴും ചില ഓപ്പറേറ്റീവ് പ്രൊസീജിയേഴ്സ് വെച്ചൊക്കെ കറക്റ്റ് ചെയ്യാറുണ്ട്. അതിൽ പല ലാമിനോട്ടമി, ലാമിനോപ്ലാസ്റ്റി, ലാമിനെക്ടമി അങ്ങനെയൊക്കെ പറഞ്ഞ് പല പ്രൊസീജിയേഴ്സും ഇതിനകത്ത് വേണ്ടി വരുന്നുണ്ട്. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ബോൺ മോർഫോജനിക് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞ് അത് ഇഞ്ചെക്റ്റ് ചെയ്ത്, അതായത് ആ ഡാമേജ്ഡ് ബോണിനെ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള അതിപ്പോൾ ഒരു ലേറ്റസ്റ്റ് മെഡിസിനാണ്. അതിൽ ആദ്യകാലത്ത് ഇപ്പം അമേരിക്കയിലാണ് അതിൻ്റെ ആദ്യം വന്നത്. അപ്പോൾ അതിനകത്ത് സ്റ്റഡി നടത്തിയപ്പം ആദ്യം അത് കുറേ അധികം സ്റ്റഡിയിലും ഒരു 1000-ലധികം പേഷ്യൻസ് നടത്തിയ സ്റ്റഡിയിൽ ഒരു സൈഡ് ഇഫക്റ്റ് ഇല്ല എന്നും പറഞ്ഞു വെരി സേഫ് മെഡിസിൻ എന്നും പറഞ്ഞു വന്നതാണ്. പക്ഷേ അത് കഴിഞ്ഞപ്പം പിന്നെ അത് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഈ ക്ലിനിക്കൽ ട്രയലിലൊക്കെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും പക്ഷേ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പം അത് വളരെ ബോൺ റീഗ്രോത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഈ BMPs എന്ന് പറയും, ബോൺ മോർഫോളജി പ്രോട്ടീൻസ് എന്ന് പറഞ്ഞ് അതിപ്പോൾ ഇവിടെയും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് പല സൈഡ് ഇഫക്ട്സും ഉണ്ടെന്നുള്ളതാണ് ലേറ്റസ്റ്റ്. അപ്പം ആദ്യമൊക്കെ നമ്മൾ ഈ ക്ലിനിക്കൽ ട്രയൽസ് നടത്തിയിരിക്കുന്ന എല്ലാം ഓർത്തോപെഡിക് സർജൻസാണ്. അപ്പം അതിനകത്തെ അവരുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. അതൊരു വലിയ കോൺട്രവേഴ്സി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പം മില്യൺസ് ഓഫ് റുപ്പീസ് ഈ കൊടുത്തുള്ള മേടിച്ചുകൊണ്ടാണ് ഈ ഡോക്ടേഴ്സ് നടത്തിയിരുന്നതും. അങ്ങനെയുള്ള കുറേ കോൺട്രവേഴ്സീസ് ഉണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ലേറ്റസ്റ്റാണ് മരുന്നുകൾ എപ്പോഴും വരുമ്പോഴും അവിടെ പലപ്പോഴും സ്റ്റഡിക്ക് തന്നെ അതിനകത്ത് ബയസ് വരാനുള്ള സാധ്യതയുണ്ട്. അത് ഈ BMPസിൻ്റെ കാര്യത്തിൽ അത് വെരി ക്ലിയർ ആയിട്ട് ഇപ്പം പറയുന്നുണ്ട്. അതിന് പല സൈഡ് ഇഫക്ട്സും ഉണ്ട്. പക്ഷേ ആദ്യത്തെ ഇതിലൊക്കെ സൈഡ് ഇഫക്ട്സ് ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പം പലപ്പോഴും അവിടെ നമ്മളിപ്പോൾ വെസ്റ്റേൺ കൺട്രീസിൽ എവിടെയാണെങ്കിലും സ്റ്റഡി നടത്തുമ്പം അതിൻ്റെ സോഴ്സ് എന്താണ് അതിൻ്റെ ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് പറയണമെന്ന്. അപ്പം ഡോക്ടേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് ഏജൻസ് ആണെങ്കിലും അവർ അതിൻ്റെ എത്രയാണ് അവർ എമൗണ്ട് മേടിച്ചിരിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ പറയണമെന്നാണ്. പക്ഷേ ഈ BMPസിൻ്റെ കാര്യത്തിൽ അത് നേരത്തെ അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ സൈഡ് ഇഫക്ട്സ് വന്നപ്പം റിട്രോസ്പെക്റ്റീവ്ലി ട്രേസ് ചെയ്തപ്പോഴാണ് കാരണം ഇതെല്ലാം ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ BMPs യൂസ് ചെയ്യുന്നത്, ഇഞ്ചെക്റ്റ് ചെയ്യുകയാണെങ്കിൽ. അപ്പം അതും നമ്മളെപ്പോഴും ന്യൂവർ മെഡിസിൻസ് വരുമ്പം വെരി കോസ്റ്റ്ലി ആയിരിക്കും. പക്ഷേ അതുകൊണ്ട് എപ്പോഴും സേഫ് ആണെന്നും കരുതരുത്. അത് വേണ്ടത്രയും സ്റ്റഡീസ് വന്നിട്ടുണ്ടാവില്ല. ഈവൻ സ്റ്റഡീസ് പോലും ബയസ്ഡ് ആകാം. അതുകൊണ്ട് നമ്മളെപ്പോഴും പുതിയതെടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക. ബേസിക്കലി നമ്മളൊന്ന് ചുരുക്കി പറയുകയാണ്, ഈ ബാക്ക് പെയിൻ പ്രോബ്ലംസിന് നമുക്ക് എന്ത് ചെയ്യാനാവും എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ജീവിതശൈലിയായിട്ട് ഇപ്പോൾ ഈ ബാക്ക് പെയിൻ കൂടാനും കാരണം നമ്മുടെ വന്നിരിക്കുന്ന ജീവിതശൈലിയിൽ വന്ന വ്യത്യാസം കൊണ്ടാണ്. ഈ ബാക്ക് പെയിൻ കൂട്ടാനുള്ള ഒരു കാരണം ഒബേസിറ്റിയാണ്. അതുപോലെ കുടവയറ് വരുന്നത്. ഇപ്പം നമുക്കറിയാം പ്രഗ്നൻറ്റ് ലേഡീസിന് ബാക്ക് പെയിൻ വരാൻ ചാൻസ് കൂടുതലാണ്. കാരണം ആ വയറ് വളരുമ്പം അതനുസരിച്ചുള്ള നമ്മളുടെ നട്ടെല്ലിന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി തന്നെ അലൈൻമെൻറ്റ് തെറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ബാക്ക് പെയിൻ വരാനുള്ള കാര്യം വരുന്നത്. അപ്പോൾ പ്രഗ്നൻസിയിൽ ബാക്ക് പെയിൻ വരാതിരിക്കണമെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രഗ്നൻസി എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബോഡി ഫിറ്റാക്കി ബാക്ക് മസിലും അബ്ഡോമിനൽ മസിൽസും, ബാക്ക് മസിൽ മാത്രമല്ല നട്ടലിൻ്റെ മുമ്പിൽ കൂടെയും പുറകിൽ കൂടെയും ഈവൻ നമ്മൾ വയറിൻ്റെ മുമ്പിലെ മസിൽ പോലും നമ്മുടെ നട്ടലിന് സപ്പോർട്ടായിട്ടുള്ളത്. ആ മസിലിനെ സ്ട്രെങ്തൻ ചെയ്തതിന് ശേഷം വേണം നമ്മൾ എക്സസൈസൊക്കെ ചെയ്ത് സ്ട്രെങ്തൻ ചെയ്ത് ഫിസിക്കൽ ഫിറ്റ്നസ് എത്തിയിട്ട് മാത്രമേ പ്രഗ്നൻസിക്ക് പോകാവുള്ളൂ. പിന്നെ പ്രഗ്നൻസി സമയത്താണെങ്കിലും ഈ ലൈറ്റായിട്ടുള്ള പ്രഗ്നൻസിക്ക് ചേരുന്ന രീതിയിലുള്ള ലൈറ്റായിട്ടുള്ള എക്സസൈസ് ചെയ്യണം. പിന്നെ ഓവർ വെയിറ്റ് ഗെയിൻ വരാതെ നോക്കണം. പിന്നെ ന്യൂട്രീഷൻ കറക്റ്റായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടും കൂടെ കാൽസ്യം ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോയാലും നട്ടലിന് പ്രശ്നങ്ങൾ വരാം. കാൽസ്യം, വൈറ്റമിൻ ഡി എല്ലാ ന്യൂട്രിയൻസും കൂടുതൽ വേണം. അപ്പോൾ അമ്മയ്ക്ക് വേണ്ട ന്യൂട്രിയൻ്റ് എല്ലാം കിട്ടുന്നെന്ന് ഉറപ്പാക്കണം. പക്ഷേ പലപ്പോഴും ന്യൂട്രിയൻ കൂടുതൽ കിട്ടണമെന്നും പറഞ്ഞുകൊണ്ടുള്ള ഈ സ്വീറ്റ്സും ചോറും ഒക്കെ ആയിരിക്കും കഴിക്കുന്നത്. നമുക്ക് കാലറി അല്ല വേണ്ടത്. നമ്മൾ ബോഡി ബിൽഡിംഗ് ആയിട്ടുള്ള പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഒമേഗ 3, 6 ഫാറ്റും
ഒക്കെയാണ് പ്രഗ്നൻ്റ് ലേഡീസിന് കൂടുതൽ വേണ്ടത്. അപ്പോൾ അത് കൂടുതൽ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. പിന്നെ ഈ മറ്റേ യൂഷ്വലി മിക്കവാറും ഈ നടുവേദനയുള്ളവർക്കെല്ലാം തന്നെ ഓവർ വെയിറ്റോ കൊടുവേറോ ഉണ്ടാകും. അവർ അത് കറക്റ്റ് ചെയ്യുക, എക്സസൈസ്, അല്ലെങ്കിൽ തീരെ മെലിഞ്ഞിരിക്കുന്നവരായിരിക്കും. അപ്പോൾ അവരുടെയും ബോണും മസിലും ഒക്കെ വീക്കായിരിക്കുന്നതുകൊണ്ടാണ്. അപ്പം നടുവേദനയുണ്ട് നമ്മൾ മനസ്സിലാക്കണം, അതിൻ്റെ റീസൺ ശരിക്കും നമ്മളുടെ മസിലും നട്ടെല്ലും നമ്മുടെ അതിനോട് ചേർന്നുള്ള ബോണും ലിഗമെൻസും വീക്കായിട്ടിരിക്കുന്നതാണ്. അതിനെ സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ ഒന്ന് ബോഡി ബിൽഡിംഗ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് വേണം. അതുപോലെ തന്നെ ബോഡി ബിൽഡിംഗ് ആയിട്ടുള്ള ന്യൂട്രിയൻറ്റ് കഴിച്ചു കഴിഞ്ഞാലും ഒരു ബെനിഫിറ്റും കിട്ടിയില്ല നമ്മൾ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള, നമ്മളിപ്പം വീക്കായിട്ടിരിക്കുന്ന ബോണാണ്, അതുകൊണ്ട് നമ്മൾ പോയി ഭയങ്കര വെയിറ്റൊക്കെ പൊക്കി ജിമ്മിലൊക്കെ പോയി വർക്ക് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ജെൻറ്റിലായിട്ടുള്ള എക്സസൈസ് വെച്ചിട്ട് സ്ട്രെങ്തൻ ചെയ്തെടുക്കാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആ നട്ടെല്ലിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് എക്സസൈസ് അത് നമ്മളുടെ ഏത് ലെവലിലൊക്കെയാണ് വീക്ക്നെസ് വന്നിരിക്കുന്നതെന്ന് നോക്കി നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളത്. മനസ്സിൽ സിമ്പിളായിട്ടുള്ള വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. നടക്കാൻ പോവുക, സ്വിമ്മിങ്, ഇതൊക്കെ നല്ല എക്സസൈസാണ്. ഈവൻ യോഗ പല യോഗ പോസ്റ്റേഴ്സും ഇതാണ്. പക്ഷേ എക്സ്ട്രീം ആയിട്ടുള്ള എക്സസൈസും ഈവൻ യോഗ പോസ്റ്റേഴ്സും പിന്നെ നല്ലതല്ല എന്നുള്ളതാണ്. അപ്പം സ്വയം നമ്മളിത് നോക്കി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലാണ് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വേണ്ടി വരുന്നത്. പ്രത്യേകിച്ചും അതിനോട് കൂടി നന്നായിട്ട് ഓസ്റ്റിയോപോറോസിസ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളുണ്ട്. അപ്പോൾ ഓസ്റ്റിയോപോറോസിസ് വരാനുള്ള ഒരു മെയിൻ കാരണം മറ്റ് രോഗങ്ങളുള്ളവർക്കാണ്. അപ്പം ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷന്, പ്രത്യേകിച്ച് പ്രായമായവരിൽ ഇങ്ങനെയുള്ളവർക്ക്, ഒബേസിറ്റി, പിന്നെ ആസ്മ, അലർജി, അതുപോലെ ഓട്ടോഇമ്യൂൺ രോഗങ്ങളൊക്കെ ഉള്ളപ്പോൾ അതിൻ്റെ കൂടെ സ്റ്റീറോയിഡ്സും എടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ പല മരുന്നുകളും നമ്മളുടെ ബോണിനെയും വീക്കാക്കും. പ്രത്യേകിച്ച് ഓസ്റ്റിയോപൊറോസിസ് പോലെയുള്ളത് വരാം. ഈ ഓസ്റ്റിയോപൊറോസിസ് ആണെങ്കിലും ബേസിക്കലി നമ്മൾ എക്സസൈസും ഫുഡുമാണ് ഏത് രോഗത്തിനാണെങ്കിലും പ്രൈമറി നമ്മൾ കൊടുക്കേണ്ടത്. കാരണം നമുക്ക് ബോൺ ബിൽഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം ബോണിനെ ബിൽഡ് ചെയ്യുമ്പോഴെങ്കിൽ ന്യൂട്രീഷൻ വേണം. ബോണിനെ മാത്രം ബിൽഡ് ചെയ്താൽ പോരാ നടുവേദനയ്ക്ക്. ബോണിനെ ബിൽഡ് ചെയ്യണം, മസിലിനെ ബിൽഡ് ചെയ്യണം, അതിനോട് കൂടിയുള്ള ലിഗമെൻസിനെ ചെയ്യണം. അപ്പോൾ കറക്റ്റ് കൂടുതൽ ന്യൂട്രീഷൻ ഉണ്ടാവണം. അതേസമയത്ത് ഓവർ വെയിറ്റും കൊടുവയറും പാടില്ല, അത് കുറയ്ക്കണം. അപ്പോൾ അതിന് നമുക്ക് സെൽഫായിട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ക്ലിനിക്കലി സപ്പോർട്ടഡ് എടുക്കാം. പിന്നെ നമുക്ക് ഇതിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വേദന എടുക്കുന്ന ഒരു, അതായത് ഈ റാഡിക്കുലോപ്പതി, ഇപ്പോൾ സർവൈക്കൽ നർവ്സിന് വലിയ ഇതൊന്നും, സിവിയർ വേദന അല്ലെങ്കിൽ ശ്വാസം വിടാൻ ബുദ്ധിമുട്ട്, അല്ല കാലിലേക്കൊക്കെയുള്ള വലിയ വേദന വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഒന്നും പറ്റില്ല. അപ്പോഴാണ് നമ്മൾ ഈ ഡീകംപ്രഷൻ ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അതിലും പറ്റാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഈ ഓപ്പറേറ്റീവ് പ്രൊസീജിയേഴ്സിന് വേണ്ടി വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഓപ്പറേഷൻ ചെയ്താലും ഫിസിക്കൽ മെഡിസിനിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ കൂടെ നമ്മുടെ എക്സസൈസും കൂടെ ഉണ്ടാകും. ഇത് രണ്ടും പാരലായിട്ട്. ഇപ്പം നമുക്ക് ഓപ്പറേഷൻ കഴിഞ്ഞാൽ അതുകൊണ്ട് കംപ്ലീറ്റ് ഇതാകിയല്ല. കാരണം ഒരു ഡിസ്ക് കറക്റ്റ് ചെയ്താലും മറ്റും 24 ഡിസ്കും കൂടെ ഉണ്ട്, അതിനും പ്രോബ്ലം വരാം. അതുകൊണ്ട് അതിനെയും കൂടെ ഇപ്പം മൊത്തത്തിൽ നടുവിനെ സ്ട്രെങ്തൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ നേരത്തെ കണ്ടെത്താനും രോഗകാരണം മനസ്സിലാക്കി ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനും കഴിഞ്ഞാൽ അതിൽ നിന്നും മോചനം നേടാൻ സഹായകമാവും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവുകൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്ന് മോചനം നേടാനും സാധിക്കൂ. അടുത്തത് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ, 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റി എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റി ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ
കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. ഈ രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാകും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെയെല്ലാം ഉത്തേജിപ്പിക്കാനുതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്നുറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം കൊണ്ട് ഈ ബാക്ക് പെയിനിന് എന്ത് ബെനിഫിറ്റാണ് കിട്ടുന്നതെന്നുള്ളതാണ്. ഇപ്പം മിക്കവാറും പേഷ്യൻസ് ബാക്ക് പെയിൻ മാത്രമാവില്ല, അവരുടെ കൂടെ ഒന്നെങ്കിൽ ഓവർ വെയ്റ്റ് ഉണ്ടാവും, അണ്ടർ വെയ്റ്റ് ഉള്ളവരും ബാക്ക് പെയിനുമായിട്ട് വരുന്നത് വളരെ കോമൺ ആണ്. അപ്പോൾ അവരുടെ മസിലും ബോണും ഒക്കെ വീക്കാകുന്നതാണ് കാരണം. മറ്റതിലാണെങ്കിൽ ഓവർ വെയ്റ്റിൻ്റെ കൂടെ മിക്കവാറും അവർക്ക് ഡിസ്ക് പ്രോബ്ലംസ് ആയിരിക്കും. മിക്കവാറും പേരും അവർ MRI ഒക്കെ ചെയ്തിട്ടുണ്ടാകും. അതിൽ സർവൈക്കൽ റിസ്കിനും ഉണ്ടാകും, ലംബാർ ഡിസ്കിനും ഡീജനറേറ്റീവ് ചേഞ്ചസ് ഉണ്ടാകും, അതിനൊപ്പം തന്നെ ഓസ്റ്റിയോപൊറോസിസും ഉണ്ടാകും. ചിലരൊക്കെ ഓൾറെഡി ലാമിനക്ടമിയോ അല്ലെങ്കിൽ ഈ ഡിസ്കിലൊക്കെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളവരായിരിക്കും. ഇപ്പോൾ ചിലർ ഓസ്റ്റിയോപൊറോസിസിന് വേണ്ടിയിട്ട് മെഡിക്കേഷൻസ്, ഓസ്റ്റിയോപൊറോസിസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാരാതൈറോയ്ഡ് ഹോർമോൺ ഇഞ്ചക്ഷനൊക്കെയാണ്. അതും ശരിക്കും അതിനും അതിൻ്റേതായ സൈഡ് ഇഫക്ട്സ് ഉള്ളത്. അതൊന്നും ഒരു 6 മാസത്തിൽ കൂടുതലൊന്നും ഇത് എടുക്കാനും പാടില്ലാത്ത. അതൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ടാകും, പക്ഷേ എന്നാലും നടുവേദന കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാകും എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളവരും വരാറുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ പലപ്പോഴും പലർക്കും ഈവൻ നമ്മൾ കാണാറുണ്ട്, ഈവൻ ഫിക്സിങ് ഏതെങ്കിലും 2 L4 L5 ഒക്കെ ഫിക്സ് ചെയ്ത് അതിന് സ്ക്രൂവും ഒക്കെ ഇട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നവരും ഒക്കെ ഉണ്ടാവാറുണ്ടെന്നുള്ളതാണ്. അപ്പം പലപ്പോഴും അതിൻ്റെ കൂടെ വേറെ രോഗങ്ങളും ഉണ്ടാകും. നടുവേദനയ്ക്ക് കാരണമായിട്ടുള്ളതോ അല്ലാത്ത ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ. ഇപ്പം ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉള്ളവർക്ക് ഈ നമ്മുടെ ഞരമ്പുകൾക്ക് ഡാമേജ് വരും, നെർവുകൾക്കും ഡാമേജ് വരും. അതിൻ്റെ ഭാഗമായിട്ട് ഈ നടുവേദന വരാം. അപ്പം നമ്മളുടെ ഈവൻ ഓസ്റ്റിയോപൊറോസിസും ഡയബറ്റീസ് ആയിട്ടുള്ളവർക്ക് ഓസ്റ്റിയോപൊറോസിസിന് ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റിറോയിഡ്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, പിന്നെ ഈ നട്ടലിന് തന്നെ വന്നിരിക്കുന്ന ആങ്കലോസിങ് സ്പോണ്ടൈലൈറ്റിസ് പോലെയുള്ളത്, ഇത്തരം പല പ്രോബ്ലംസ് ഉള്ളവരെയും കാണാറുണ്ട്. ഈവൻ നമ്മൾ ഈ പല പേഷ്യൻസും ഉണ്ട്, നമ്മൾ ഫിസിക്കൽ മെഡിസിൻ എക്സ്പേർട്സ് ഈ പ്രൊളോതെറാപ്പി പോലെയുള്ളതും ഈവൻ ഡീകംപ്രഷൻ ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തിട്ടുള്ളവരും വീണ്ടും വരുന്നത്. വീണ്ടും അവർക്ക് നടുവേദന കാരണം പലപ്പോഴും ജോലിക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് നിൽക്കാൻ പറ്റില്ല. കാര്യം വലിയ ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ള വർക്കല്ല, കുറച്ച് നേരം പോലും നിൽക്കാൻ പറ്റാതെ അത് വരുന്നു. ഈവൻ ഡോക്ടേഴ്സ്, ഇപ്പോൾ ഓപ്പറേറ്റീവ് പ്രൊസീജിയർ ചെയ്യുന്ന പല ഡോക്ടേഴ്സും നടുവേദന കാരണം അവർക്ക് നിന്ന് ചെയ്യാൻ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നിൽക്കാൻ പറ്റാതെ വരും. അപ്പം അങ്ങനെ ഏത് ഇതിലാണെങ്കിലും നിന്ന് കഴിയുമ്പോഴേക്കും നടുവേദനയുള്ളവർക്ക് പറ്റുകയില്ല. അതുകൊണ്ട് പലപ്പോഴും ഒരു നേരത്തെ VRS എടുക്കേണ്ടി വരുന്നതിനും, അല്ലെങ്കിൽ ജോലിക്ക് തന്നെ അല്ലാത്ത ജോലിയിലൊക്കെ ആണെങ്കിലും നേരത്തെ ഏറ്റവും കൂടുതൽ ആബ്സെൻറ്റിസം വരുന്നതും
ഏറ്റവും കൂടുതൽ ജോലി തന്നെ നിർത്തേണ്ടി വരുന്ന ഈ നടുവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കാണെന്നുള്ളതാണ്. ഇപ്പം ഇതുപോലെ മൾട്ടിപ്പിൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളവരും പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളവരും ഒരു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ അല്ലെങ്കിൽ ആയുർവേദം പോലെയുള്ള മെഡിസിനും ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നുണ്ട്. ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് മൾട്ടിപ്പിൾ ടൈംസ് എടുത്തിട്ടും മാറാതെ അന്നേരം കുറവ് കിട്ടും, വീണ്ടും വരും. അപ്പോൾ അതാണ് മിക്കവാറും സംഭവിക്കുന്നതാണ്. നമ്മൾ ഫിസിക്കൽ മെഡിസിനിലും ഒക്കെ പോയി നമ്മൾ മരുന്നെടുക്കുക, അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് റിക്കർ ചെയ്യുന്നു. അതാണ് നടുവേദനയുടെ ഒരു പ്രത്യേകത. അപ്പം നമ്മളുടെ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഇങ്ങനെയുള്ള മാറാതെ നിൽക്കുന്ന വീണ്ടും വീണ്ടും വരുന്നവർക്ക് അതിലൊരു ഓട്ടോ ഇമ്മ്യൂൺ ഫാക്ടറും ഒരു റുമാറ്റിസത്തിൻ്റെ ഒരു ഫാക്ടറും കൂടെ കാണുന്നതായിട്ടാണ് കാണുന്നത്. ഈവൻ ഈ ഡിസ്കിന് ഡീജനറേഷൻ വരുന്നത് നമ്മളുടെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഫാക്ടറും കൂടെ അതിനകത്ത് വരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. പലപ്പോഴും ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ അലർജി ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഫുഡ് ഇൻടോളറൻസ് ഒക്കെ നോക്കുമ്പം പല സാധനങ്ങളോടും അലർജിയോ അല്ലെങ്കിൽ ഇൻടോളറൻസ് കാണിക്കുന്നുണ്ട്. ഈവൻ റൈസിനോടും വെണ്ടയ്ക്കയോടും പോലും. അതായത് അതേസമയത്ത് വേറെ സിംറ്റം ഒന്നും ഉണ്ടാവില്ല, ചൊറിഞ്ഞു തടിക്കുകയോ അസ്വസ്ഥതകളോ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നടുവേദനയായിരിക്കും. അത് നമ്മൾ അത് ആ ജോയിൻറ്റിനെ ബാധിക്കുന്നുണ്ട്. അതായത് ഒരു റുമറ്റോയ്ഡ് ആർത്രൈറ്റിസോ അല്ലെങ്കിൽ വാദം പോലെയുള്ള അസുഖത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നടുവേദന വരുന്നെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഇപ്പം നമ്മൾ ഇതിൻ്റെ ജോയിൻറ്റിൻ്റെ ബാക്ക് പെയിൻ മാറുന്നു മാത്രമല്ല, അതിനോട് കൂടിയുള്ള പ്രഷറോ ഹൈപ്പർ ടെൻഷനോ ഡയബറ്റീസോ ഒക്കെ കൂടെ ഇതിനൊപ്പം തന്നെ മാറും എന്നുള്ളതാണ്. അപ്പം പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ പേഷ്യൻറ്റ് വില്ലിങ് ആയിരിക്കണം. ഓവർ വെയിറ്റ് ഉള്ളവരാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനും, അണ്ടർ വെയിറ്റ് ഉള്ളതാണെങ്കിൽ എക്സ്ട്രാ ഫുഡ് എടുത്ത് നമ്മളുടെ മസിലും ബോണും ബിൽഡപ്പ് ചെയ്യാനും ബോഡിയിലുള്ള എക്സസ് കൊഴുപ്പ് കുറയ്ക്കാനും നമ്മുടെ ടോക്സിൻസ് കുറയ്ക്കാനും നമുക്ക് പറ്റാത്ത ഫുഡ് ഏതാ പറ്റുന്ന ഏതാന്ന് കണ്ടുപിടിക്കാനുമാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. അപ്പം ഈ പല രീതിയിലൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും പറ്റാത്തവർക്കും ഇത് പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പം പലരും ഉണ്ടാവും ഒത്തിരി വെയിറ്റ്, നടുവേദനയ്ക്ക് കാരണം തന്നെ ഒബേസിറ്റി ആയിരിക്കും. അപ്പം വെയിറ്റും കുറഞ്ഞ് പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടെ അത് മാറുന്നതായിട്ടാണ് നമുക്ക് ഇത് കിട്ടുന്നത്. ബാക്ക് പെയിനിന് ഓൺലി തിങ്, നമുക്ക് സിവിയർ പെയിനിലിരിക്കുന്ന ഒരു രോഗിക്ക് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റില്ല. ബേസിക്കലി കിടന്നുകൊണ്ട് ചെയ്യാവുന്ന മൈൽഡ് എക്സസൈസ്, കൈയും കാലും പൊക്കാനും മടക്കാനും നൂർക്കാനും ഒക്കെ ഉള്ള എഫിഷ്യൻസി ഉണ്ടാവണം. പിന്നെ നമ്മൾ തരുന്ന ഫുഡ് കഴിക്കാൻ പറ്റണം. ഇതാണ് ഇതിനകത്ത് ബേസിക്കലി വേണ്ടി വരുന്നത്. ഇപ്പം വലിയ സിവിയർ പെയിനും ഇപ്പം റാഡിക്കലോപ്പതി പോലെ കാലിലേക്കൊക്കെ സിവിയർ പെയിന് കിടക്കാനോ ഉറങ്ങാനോ പറ്റാത്ത ആ സ്റ്റേജിൽ നമുക്ക് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷന് പറ്റില്ല. വൺസ് അത് നമ്മൾ ഇപ്പം ഒത്തിരി പ്രോബ്ലം ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ ഈ ഡീകംപ്രഷൻ ട്രീറ്റ്മെൻറ്റ്, ഫിസിക്കൽ മെഡിസിൻ്റെ ഡീകംപ്രഷൻ ട്രീറ്റ്മെൻറ്റ് എടുത്തോ, അല്ലെങ്കിൽ ഓർത്തോപെഡിക്സിലുള്ള സർജിക്കൽ കറക്ഷൻസ് ചെയ്തിട്ട് പിന്നെ സ്റ്റെബിലൈസ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ തുടങ്ങാൻ. അപ്പം സ്റ്റെബിലൈസ് ചെയ്ത് ഇനി വേദനയില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെയും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്ത് മസിലിനെയും ബോണിനെയും ഒക്കെ സ്ട്രെങ്തൻ ചെയ്തില്ലെങ്കിൽ വീണ്ടും അടുത്ത ജോയിൻറ്റിന് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ അതിനോടൊപ്പം മിക്കവാറും മറ്റു രോഗങ്ങളും കൂടെ ഉണ്ടാവും. അപ്പം ഇതിന് ഓപ്പറേഷൻ ചെയ്താലും ആ രോഗങ്ങൾക്ക്, മറ്റു രോഗങ്ങൾക്ക് ഡയബറ്റീസോ ടെൻഷനോ ഒന്നും മാറില്ലല്ലോ. അതിനും കൂടി ഇതിലാകുമ്പോൾ ബെനിഫിറ്റ് കിട്ടും. ബെനിഫിറ്റ് കിട്ടുമെന്നല്ല, യൂഷ്വലി ഇതിനെ എല്ലാം മിക്കവാറും ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഴിക്കുന്ന മരുന്നുകളെല്ലാം നിർത്താൻ പറ്റും എന്നുള്ളതാണ്. മച്ച് ബെറ്റർ ഹെൽത്തിലേക്ക് വരാനും ഓൾറെഡി ഉണ്ടായിരുന്ന മരുന്നുകൾ നിർത്താനും പറ്റുന്നതായിട്ടാണ് കാണുന്നത്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാവും. ഡോക്ടറേക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും
നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോകളും ചികിത്സ എങ്ങനെയാവണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30-നുള്ള ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നത് നല്ലതാണ്. താങ്ക് യു.